ഡീസൽ വില വർധനയിൽ പ്രതിഷേധിച്ച് INL-ന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് പ്രതിഷേധ യോഗം നടത്തി. INL ജില്ലാ സെക്രട്ടറി അസീസ് കടപ്പുറം യോഗം ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിലെ പാവപ്പെട്ടവന്, ഈ നാട്ടിലെ സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ, മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ ഈ തീരുമാനമേറെ പ്രതിഷേധാർഹമാണ്. ഭാരതത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഇതിന് പ്രതിഷേധിക്കുകയാണ്. ഇന്ന് രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ ഡൽഹി മുതൽ ഇങ്ങ് വരെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ് ആഞ്ഞു വീശുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ വെച്ചിട്ട് ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് നാഷണൽ ലീഗ് ഇവിടെ കുത്തിയിരിപ്പ് സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ സമരം ഒരു സൂചന മാത്രമാണ്. ഇന്ത്യൻ നാഷണൽ ലീഗ് ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വിലകയറ്റത്തിനെതിരെ, കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നിലപാടുകൾക്കെതിരായിട്ട് അതിശക്തമായ സമരപരിപാടിയുമായിട്ട് നാഷണൽ ലീഗ് മുന്നോട്ട് പോകും എന്നിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഗവൺമെന്റ് അധികാരത്തിന് ശേഷം ഓരോ തീരുമാനങ്ങളും പരിശോധിക്കുമ്പോൾ ഈ രാജ്യത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഡീസൽ വില കേന്ദ്ര സർക്കാർ കുത്തനെ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് INL പ്രവർത്തകർ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് കറുത്ത ബാഡ്ജ് ധരിച്ച് പ്രതിഷേധിച്ചു. ഡീസൽ വില വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുകയാണെന്നും ഭരണത്തിലേറ്റിയ ജനങ്ങളെ കൊള്ളയടിക്കുന്ന സമീപം തുടരുകയാണെന്നും പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത INL ജില്ലാ സെക്രട്ടറി അസീസ് കടപ്പുറം പറഞ്ഞു. ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ തേരേവളപ്പ് അധ്യക്ഷത വഹിച്ചു. CM ജലീൽ, റഹീം ബണ്ടിച്ചാൽ, സിദ്ദിഖ് ചേരങ്കൈ, ഖലീൽ എരിയാൽ, ഹനീഫ് അറബി, മൗവൽ മാമു, ഹനീഫ് കടപ്പുറം, മുസ്തഫ കുളമ്പ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ സംബന്ധിച്ചു.